എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മൈലമൂട് കോട്ടയപ്പൻകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയൊക്കെ ആവാറായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്തജനങ്ങളോ മറ്റു ക്ഷേത്ര ഭാരവാഹികളോ ആരും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ ആരംഭിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വളരെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടയപ്പൻകാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വശം വനമാണ്, അതും ഒരു പ്രത്യേകതയാണ്. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും യാത്ര തിരിച്ച് കുറച്ച് വനത്തിന് അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഈ കാണുന്നത് വാമനൂർ നദിയുടെ ഒരു കൈവഴിയാണ്. നമ്മുടെ കുറച്ച് മുന്നിലായിട്ടൊരു ഇരുമ്പ് പാലം കാണുന്നുണ്ട്. അത് ഇപ്പം സഞ്ചാരയോഗ്യമല്ലാത്തൊരു സ്ഥിതിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇരുമ്പ് പാലം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇപ്പം ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഈ കോൺക്രീറ്റ് പാലം വരുന്നതിന് മുന്നേ ചിലപ്പം ഈ ഇരുമ്പ് പാലം ആയിരിക്കണം ഈ നദി മുറിച്ച് കിടക്കാൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഞാനും അഭിരാമും കൂടിയാണ് ഈ വീഡിയോ എടുക്കാൻ വന്നത്. അവനെന്തായാലും ഈ സ്ഥലമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. ആദ്യമായിട്ടാണ് അവനും ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഞാനും ഈ വനത്തിനകത്തോട്ട് വരുന്ന ആദ്യമായിട്ടാണ്. ഇവിടെ മൊത്തം ഈറക്കാടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ടൊക്കെ യാത്ര ചെയ്യാനുള്ളത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. ഈ ഒഴുകുന്ന വാമനൂർ നദിയാണ്. നല്ലൊരു വള്ളിക്കുടിലും നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു തണുത്ത അന്തരീക്ഷം ഇതുവഴി വന്നപ്പോഴത്തേക്ക്. എന്തായാലും വെള്ളമൊക്കെ വളരെ കുറവാണ്. നമ്മളെന്തായാലും വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. കരയിലൊക്കെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല രസമുള്ള സ്ഥലം. അമ്പാടി ഇങ്ങനെ വള്ളിക്കുടലിനകത്തുകൂടി നദിയിലേക്ക് ഇറങ്ങുകയാണ്. പുറകെ ഞാനും ഉണ്ട്. ഇവിടെ മുഴുവൻ പാറയാണ്. പാറയുടെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ വെള്ളമൊഴുകി പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാറ ആയതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്. നമ്മളെ കാലാങ്കണം തെന്നിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ പെടലി തട്ടി വീഴുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനരികിലായിട്ടൊരു വലിയൊരു ഈട്ടിമരം നിൽക്കുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. സൂപ്പറല്ലേ? കാടിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന കാണി സമുദായത്തിൽപ്പെട്ട ജനവിഭാഗമാണ് ഈ പ്രദേശത്ത് മുഴുവൻ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പഴയകാല വീടുകളോ അല്ലെങ്കിൽ പഴയകാല ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൗതുകമുള്ള കാര്യങ്ങൾ കാണാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇതുവഴി സഞ്ചരിച്ചത്. പക്ഷേ ഇവിടെ എല്ലാം ഇപ്പം ഗവൺമെൻറ് നൽകിയ കോൺക്രീറ്റ് വീടുകളാണ് കാണുന്നത്. പഴയതായിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇതൊക്കെ ഈ ഫോറസ്റ്റിൻ്റെ പ്രദേശങ്ങളാണെങ്കിലും ഇവിടെ ഈ വൻ വൃക്ഷങ്ങളൊന്നും കാണപ്പെടാത്തത് ഇവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് ഗവൺമെൻറ് പതിച്ച് നൽകിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളങ്ങനെ പോയ റൂട്ടിൽ നിന്ന് തിരിച്ച് മറ്റൊരു വഴിയെ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നിറയെ ഈറക്കാടുകളാണ് രണ്ട് സൈഡിലും. ഇതുവഴി പോകുമ്പോൾ നല്ല തണുപ്പുണ്ട്. അധികം പ്രകാശമേൽക്കാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈറ കൂടുതലുള്ള സ്ഥലത്ത് ആന ഇറങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈറക്കാടൊക്കെ താണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കാണാം ഇവിടെ ഒരു ചൂരൽക്കാട് കണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി. ഇതേ കണ്ടില്ലേ, ഇതാണ് ചൂരൽ വൃക്ഷം. ഈ മുള്ളോടുകൂടി കാണുന്ന തണ്ട് അതാണ് അതിൻ്റെ മെയിൻ തടിയായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് നീളത്തിൽ ഇലയൊന്നും ഇല്ലാതെ ഇങ്ങനൊരു വള്ളി നീണ്ടു പോവും. അതാണ് ചൂരലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും അതേപോലെ ഈ കസേരയും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ദാ കണ്ടില്ലേ, ഇതിൻ്റെ വള്ളി പോയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവൻ ചൂരലുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അല്ല, ഈ ചൂരൽ വള്ളിയിൽ കണ്ടില്ലേ ഒരു സൈസ് പൂ കണ്ടോ? ഇതാണ് ചൂരലിൻ്റെ പൂ എന്ന് കരുതുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്തോട്ടൊക്കെ കയറി കാണുമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര മുള്ളാണ്. ചൂരൽ
വെട്ടാനായിട്ട് വരുന്ന ആൾക്കാർ, അതായത് ഇതിൻ്റെ തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നില്ല. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് കയറുകയാണെങ്കിൽ ഈ മുള്ളിൽ കുരുത്തിരിക്കും. മാത്രമല്ല ഇവിടെ ധാരാളം ഇഴജന്തുക്കളൊക്കെ കാണും, വിഷപ്പാമ്പുകളൊക്കെ ധാരാളം കാണും. കാരണം ഇതിനകത്തൊക്കെ ഇവർക്ക് കയറിയാൽ സേഫായിട്ടിരിക്കാം, ആരും പെട്ടെന്നൊന്നും ചെന്ന് അറ്റാക്ക് ചെയ്യത്തില്ലല്ലോ. കണ്ടില്ലേ, അഭിറാം അങ്ങനെ ചൂരലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അവനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴെല്ലാവരും ചൂരൽ കണ്ടില്ലേ, എല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ചുരൽ കഷായം കിട്ടിയിട്ട് ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്. അപ്പം എങ്ങനെയുണ്ട്? ഇനി ആരും ചൂരൽ കണ്ടിട്ടില്ലെന്ന് പറയില്ല കേട്ടോ. ഒരു സൂപ്പർ ഒരു ഈട്ടിമരം, അത് നേർക്കാഴ്ചയിൽ അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഈ വനത്തിനകത്ത് ബദാം പരപ്പിൻ്റെ ആകൃതിയിലുള്ള കാ പിടിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം കണ്ടു. നിറയെ അതിൻ്റെ അകത്ത് കാ പിടിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിട്ട് ഇത് സെറ്റിൽമെൻറ്റ് കോളനി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവഴി കുറേ ദൂരം നമുക്ക് സഞ്ചരിച്ച് നോക്കാം, എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഞങ്ങൾ നേരത്തെ കണ്ട അത്രയും തന്നെ വനത്തിൻ്റെ ഒരു ഭീകരതയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ റബ്ബറും അതേപോലെ തന്നെ ധാരാളം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെയും ചിലയിടങ്ങളിൽ ചൂരൽ വൃക്ഷമൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു സൈഡിൽ മുഴുവൻ റബ്ബർ കൃഷിയാണ് കേട്ടോ. ഒരാൾ മുന്നേ പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പഞ്ചായത്തിൽ നിന്നുള്ള 4 കിലോയുണ്ട്, ട്രൈബൽ 4 കിലോയുണ്ട്. അപ്പോൾ എല്ലാം നല്ല വീടുകളായല്ലേ ഇവിടെ? കുഴപ്പമില്ല. നേരത്തെ ട്രൈബൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ വീട് ഇട്ടിരുന്നു. ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ വീടാണ് മൊത്തം. ലൈഫിൻ്റെ വീടാണ്. ഇപ്പോൾ ഇവിടെ 6-7 പേർക്കൊണ്ട് വീട്. ഇവിടെ മൊത്തം എത്ര കുടുംബമുണ്ട്? ഇവിടെ 65 കുടുംബം. 65. റേഷൻ കാർഡുള്ള 65 കുടുംബം. റേഷൻ കാർഡുള്ള 65. അപ്പോൾ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ടോ? അല്ലാതെ ഇപ്പം വന്ന് കയറി ഇപ്പം പുതിയതായിട്ട് പുതിയൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റേഷൻ കാർഡ് കിട്ടുള്ളൂ. വീട്ടാകുമ്പോൾ കിട്ടി അങ്ങനെ റേഷൻ കാർഡ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ഉണ്ടല്ലേ? പക്ഷെ അവർക്കൊന്നും റേഷൻ കാർഡ് ആയിട്ടില്ല. റേഷൻ കാർഡ് ആയി കിട്ടിയതിന് മാത്രമേ കുടുംബം തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ. ഇല്ല പറ്റില്ല. ഇവിടെ കുറച്ച് ദൂരം വരെ ഉണ്ടോ അവിടെ ഈ ആറുണ്ട്, അവിടെ പറഞ്ഞ ആറുണ്ടല്ലോ, ആറ് ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതുവരെ ഈ റോഡുണ്ട്. ഉണ്ടല്ലേ? അവിടെ പാലം എന്തെങ്കിലും ഉണ്ടോ? പാലൊന്നുമില്ല. ഇതിന് അപ്പുറത്ത് ഇതില് പെട്ട ഒരു ഏരിയ അപ്പുറത്തും ഉണ്ട്. പക്ഷെ അത് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകണം. അത് ഒറ്റപ്പെട്ട ഊര്. അവിടെ നിന്ന് നമ്മളെ ഇരുമ്പാലം ഇല്ലേ, ഇപ്പൊ കടലിൽ തുരുമ്പ് എടുത്ത പാലം, അവിടെ നിന്ന് ഇവിടെ മര ഒറ്റ ഇതിലാണ്. ഇതിനെല്ലാം ഊരെന്നാണ് പറയുന്നത്. ഊരാണെന്നാണ് ഊര് സെറ്റിൽമെന്റ്. അവിടെ ജണ്ട പണിഞ്ഞിട്ടുണ്ട്. ജണ്ടയ്ക്ക് ഇപ്പുറത്തോട്ട് സെറ്റിൽമെന്റാണ്. ഇതിന് അപ്പുറത്തോട്ടും വീടുണ്ട്. ഈ റോഡ് ഫുള്ള് അപ്പുറം വലത് സൈഡും ഇടത് സൈഡും. പിന്നെ അവിടെ ഒരു ഊര് ഒറ്റപ്പെട്ട് കിടപ്പുണ്ട്. അത് അങ്ങ് ഒരുപാട് പോകണം. അവിടെ എത്ര കുടുംബങ്ങളുണ്ട്? അവിടെ കൂടിപ്പോ കഴിഞ്ഞാൽ ഒരു 4-5 കുടുംബത്തിലോ അത്രേ ഉള്ളൂ. അത് അതിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പേരെന്താണ്? എന്റെ പേര് അരുൺ. അപ്പൂന്നുള്ളി. കല്യാണോ കഴിച്ചോ? കല്യാണം. ശരി, അപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് വന്ന സെറ്റിൽമെൻറ്റ് കോളനിയുടെ ഭാഗങ്ങൾ തന്നെയാണിത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് കുറേ കൂടെ മുന്നോട്ട് പോയി അവിടെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോഴെന്തായാലും ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. തറയോടൊക്കെ പാകി നല്ല അടിപൊളിയായിട്ട് തന്നെ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വാഹനം ഓടിച്ച് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണലും നല്ല കാറ്റും കൃഷിയും കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ല സൂപ്പർ, നല്ല കാഴ്ചകൾ. മൈലവൂട് വനത്തിനകത്ത് ഇത്തരത്തിലൊരു കാഴ്ച ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാധാരണ മൈലമൂടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് സുമതി വിളവും കാര്യങ്ങളുമാണ് എല്ലാവരുടെ മനസ്സിലേക്കും ഓടി വരുന്നത്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് കോളനിക്കകത്ത് കൂടുതലും റബ്ബറും അതുപോലെ തന്നെ ഈ കുരുമുളക് കൃഷിയാണ് ഇവിടെ ഉള്ളത്. അടയ്ക്കാമരത്തിലാണ് താണ്ട് ഇവിടെ. അടയ്ക്കാമരം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും കവുങ്ങ്. അപ്പോൾ കവുങ്ങിലാണ് ധാരാളം ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. കരിമുണ്ട എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെയുള്ളൂ. ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. അതായത് ഈ ഇൻ്റർലോക്ക് റോഡ് ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങളവിടെ വണ്ടി വെച്ചിട്ട് താഴോട്ട് പോവുകയാണ്.
ഇവിടെ ഒരു പിന്നെ ഫാം കണ്ടു, കോഴിയുടെ ഫാം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ആരെയും കാണുന്നില്ല. കോഴി ഫാം കണ്ടോ, നല്ലൊരു കോഴി ഫാമാണ്. ഇവിടെ മാസ്ക് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടാ, കാരണം അറിയാലോ കോഴി വളർത്തുന്നിടത്ത് അതിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആരെയും ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചറിയാനൊന്നും ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഇതാണ്, ഇവിടെ ഒരുപാട് കോഴികളുണ്ട്. പിന്നെ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാഴ കൃഷിയൊക്കെ ഉണ്ട്. ഈ കോഴി വളമൊക്കെ ഇതിന് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പുറത്ത് ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ആ പാലം കണ്ടില്ലായിരുന്നു, ആ ഇരുമ്പ് പാലം. അപ്പോൾ ആ നദി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് പോയി കാണാം. ഇതിനപ്പുറത്തല്ലേടാ നമ്മൾ നേരത്തെ ഒന്ന് ഇറങ്ങിയത്. കണ്ടോ, അടിപൊളി കേട്ടോ. അപ്പൊ ഈ ഇവിടെ നിന്നാണ് മോട്ടറിന് വെള്ളം അടിക്കുന്നത്, ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ അതുവഴി കറങ്ങിയതാ ഇവിടെ വന്ന്. അടിപൊളി. അതുകൊണ്ടാ മരം കിടക്കുന്നു. അവിടെയാണ് മോൻ കഴിവിയത്. അത് ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ കാഴ്ച. ഇനി നമുക്ക് തിരികെ പോവാം. ഈ പ്രദേശത്ത് കൂടുതൽ കവുങ്ങും വാഴ കൃഷിയൊക്കെയാണ്. എല്ലാ കവുങ്ങുകളിലും കുരുമുളക് അവർ നട്ടിട്ടുണ്ട്. അത് നല്ലൊരു വരുമാന മാർഗമാണ്. റബ്ബറല്ലാത്ത ഇത്തരത്തിലുള്ള കൃഷിയെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള കൃഷികളാണ് നമ്മൾ ഒരുപാട് കണ്ടു വളർന്നത്. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷം. ഞങ്ങളങ്ങനെ ഇവരുടെ കൃഷിയൊക്കെ ക്യാമറയിൽ പകർത്തി നിന്നപ്പോഴത്തേക്ക് കുറച്ച് പേര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു, ഞങ്ങളെ പരിചയപ്പെട്ടു. നല്ല ആൾക്കാർ. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു. അപ്പം ഇദ്ദേഹമാണ് ഇവരുടെ ഊരു മൂപ്പനെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കി, പേരൊക്കെ ചോദിച്ചു ഞങ്ങൾ. ഈ ഊരു മൂപ്പനാണല്ലേ പേര്? സോമൻ കാണി. സോമൻ കാണി. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ വീടുകൾ? ഇല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥലപ്പേര് ചെട്ടിയെ കൊന്നകായം. ചെട്ടിയെ കൊന്നകായം. ചെട്ടിയെ കൊന്നകായം അങ്ങനെയാണ് ഈ സ്ഥലപ്പേര്. ഈ സ്ഥലപ്പേര് മൈലമൂട്. മൈലമൂട്. മൈലമൂടെന്ന് ഞങ്ങൾ കേൾക്കുന്ന മറ്റേ സുമതിയെ കൊന്ന വളവെന്നുള്ള അതിലാണ്. മോളിലാണ്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെ ആൾക്കാർ പേടിക്കുന്നു? അത് പണ്ട് ആൾക്കാർ പേടിക്കുന്നു അച്ഛൻ്റെ ആവശ്യമുള്ള സംഭവം നടക്കണം. ആണോ? ആള് പോയ ഒരു 10 വർഷമായുള്ള മരിച്ചിട്ട്. പേര് രത്നാരൻ. രത്നാരൻ വിലമാനുള്ളതാണ്. 10 വർഷം അകത്താവുള്ളൂ മരിച്ചിട്ട്. അത്രയാവുള്ളൂ. അച്ഛനൊക്കെ പണ്ട് ഈറോട്ടാ പോയപ്പോൾ അതിനെ കണ്ടെന്നാണ് പോകുന്നത്. ആണല്ലേ? ആള് ഗർഭിണിയായിരുന്നു. ഒന്നൊന്ന് പോയി അർപ്പിച്ച് പാല് പോയി, പിന്നെ 2 പോയി അച്ഛനും പറഞ്ഞു. ഈറ വെട്ടാൻ പോയ അദ്ദേഹത്തിൻ്റെ അപ്പനോ അപ്പൂപ്പനോ ആരൊക്കെയോ ഗർഭിണിയായ സുമതിയെ കണ്ടെന്നോ പേടിച്ചെന്നോ മരിച്ചെന്നോ ഒക്കെ പറയുന്നു. നമുക്കും വ്യക്തമായിട്ടൊന്നും മനസ്സിലൊന്നും ആയില്ല. വ്യക്തമായിട്ട് നമ്മളധികം ചോദിക്കാനും നിന്നില്ല. എന്തായാലും ഞാനും അമ്പാടിയും കൂടി അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങളങ്ങനെ വരുന്ന വഴിയിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പന പോലെ വളർന്നു നിൽക്കുന്ന ഒരു ചൂരൽ മരം കണ്ടു. ഞങ്ങളങ്ങനെ വണ്ടി നിർത്തി കുറച്ച് അതിന് അടുത്തേക്ക് നടന്നു വീഡിയോസ് എടുത്തു. കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്, നല്ല കനമുള്ള ചൂരലാണ്. അപ്പം ഇതായിരിക്കണം മേശയും കസേരയും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവരെടുക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനെ ചൂടാക്കി നല്ല ഫ്ലെക്സിബിളാക്കിയിട്ടാണ് അത്തരം സാധനങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ ഈ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.